ഇത് ഭയങ്കര തുരുമ്പ് പിടിച്ചൊരു സർഫസ് അല്ലേ. ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഗ്രാഫിൻ ഗ്ലേസിൻ്റെ സൊല്യൂഷൻ ഒഴിക്കണം. എന്നിട്ട് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കാം. അപ്പോൾ തന്നെ നല്ല കുറേയൊക്കെ തുരുമ്പ് പോയിട്ടുണ്ടാവും. കോട്ടിങ് ഇത് വന്നു കഴിഞ്ഞു, ഒരു പ്രൈമർ കോട്ടിങ് പോലെ ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഇത് പെയിൻറ്റ് അടിക്കണം. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അല്ലേ സാർ? അതെ അതെ, ഭയങ്കര സ്മൂത്ത് ഫിനിഷ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ചിലവ് ലാഭിക്കത്തില്ല സാറേ? തീർച്ചയായും. കാരണം ഈ ലേബർ ചാർജും എല്ലാം, ലേബർ ചാർജും പിന്നെ പെയിൻറ്റിൻ്റെ ചാർജും ഒക്കെ വളരെ ലാഭിക്കാം. ഇതേ ഒരു പ്രൈമർ അടിച്ച് വെച്ചിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ പൈപ്പാണ്. കാണാൻ തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൈമർ ഇല്ലാണ്ട് നേരിട്ട് പെയിൻറ്റ് ചെയ്തേക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പാലക്കാട് വീണ്ടും വന്നിരിക്കുകയാണ്. ജോയ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ജോയ് സാറിനെ ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. അത് എന്താ പറയുക, ഒരു ലൂബ്രിക്കൻ്റ് ആയിരുന്നു. ഒരുപാട് പേര് സാറിൻ്റെ ആ പ്രോഡക്റ്റ് വാങ്ങി. അപ്പോൾ അവരൊക്കെ ആവശ്യപ്പെട്ടു സാറിനോട് വേറൊരു പ്രോഡക്റ്റ് വേണമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുരുമ്പ് കളയുക എന്ന ഒരു പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ അത് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് ആ പ്രോഡക്റ്റ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് പൂർണ്ണമായിട്ടും തുരുമ്പ് കളയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിനൊപ്പം തന്നെ ചെറിയ ചില കാര്യങ്ങളുണ്ട്. ഇരുമ്പ് പ്രതലം നമുക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രൈമർ വേണ്ട, അതുപോലെ തന്നെ മറ്റേ എപ്പോക്സി ഒന്നും വേണ്ട, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് ഇവനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ കഴിയും. പണലാഭം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഒരു ലാഭം, ഇതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് സാറ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. ഇത് ഭയങ്കര തുരുമ്പ് പിടിച്ചൊരു സർഫസ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രാഫിൻ ഡീറസ്റ്റ് വെച്ച് എങ്ങനെ തുരുമ്പ് കളയാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഗ്രാഫിൻ ഗ്ലേസിൻ്റെ സൊല്യൂഷൻ ഒഴിക്കണം. എന്നിട്ട് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ അത് പതുക്കെ വളരെ സ്മൂത്തായിട്ട് നല്ല ഫൈൻ പേപ്പർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കാം. അപ്പോൾ തന്നെ നല്ല കുറേയൊക്കെ തുരുമ്പ് പോയിട്ടുണ്ടാവും. നമുക്ക് കാണാം. ഇനി വീണ്ടും ഈ തുരുമ്പൊക്കെ വന്നു. ഇനി വീണ്ടും അങ്ങനെ 2-3 തവണ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ തുരുമ്പൊക്കെ പോയി ആ സർഫസ് കണ്ടു തുടങ്ങി. ഇതിൻ്റെ സർഫസ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് സർഫസ്. അപ്പോൾ ഭയങ്കര നല്ല ഗ്ലോസി ഫിനിഷും കിട്ടും. ഇതിന് നല്ല ഇതുണ്ട് കേട്ടോ. ശരിയാ. അതെ, ഇപ്പം ഇങ്ങനെ ഇരുന്ന സർഫസ് ആണ് ഇതിപ്പോൾ ഇങ്ങനെയായത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഡിഫറൻസ്. ഇപ്പടി ഇരുന്നതാണ് ഇപ്പടിയായിട്ട്. അതെ അതെ. ഇപ്പോൾ ഇതിന് മറ്റേ എപ്പോക്സി അപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇല്ല. കാരണം ഈ ഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ മെറ്റലായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യും, ഒപ്പം തന്നെ പെയിൻ്റായിട്ടും ബൈൻഡ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അതാണ് രണ്ടും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിയിലുള്ള ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു നാനോ സ്കെയിലുള്ളൊരു കോട്ടിങ്ങാണ് ഇവിടെ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാഫി. അന്നേരം നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം അങ്ങനെ നിർത്താൻ പറ്റും? പെയിൻറ്റ് എത്ര കാലം വേണ്ടി നിൽക്കും. അങ്ങനെ സാധാരണ കേസിൽ അങ്ങനത്തെ ഒരു വിഷയമേ അല്ല. അല്ല. ആ പെയിൻറ്റ് പിന്നെ ഇളകി പോകുമ്പോൾ നമ്മൾ അടുത്തതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതെ. അങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. കാരണം ഇത് നല്ല പിടുത്തുണ്ട്. ഇനി ഇതിൽ കണ്ട, ഇതിൽ നമ്മൾ പേപ്പർ ആദ്യമായിട്ട് വരച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം നോക്കാം. പൊടി പോലെ പറക്കും. പറക്കും. പക്ഷെ ആ തുരുമ്പ് മുഴുവൻ പോകണില്ല. അല്ലേ, നമുക്കറിയാം. പിന്നെ സർഫസ് ഭയങ്കര റഫാവും. പെയിന്റ് അടിക്കുമ്പോൾ നമുക്ക് അത്ര അല്ല, എന്നിട്ട് അവരെ എപ്പോക്സി ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അതെ അല്ലേ. അതെ. പക്ഷേ ഈ തുരുമ്പ് നിൽക്കുന്നോണ്ടേ തുരുമ്പ് മുഴുവൻ പോകുന്നില്ല. കണ്ട, അതിനൊരു വ്യത്യാസം കണ്ട. അപ്പോൾ വെറുതെ പേപ്പർ ഇട്ട് വരച്ചിട്ട് കുറേ സമയം എടുക്കും. ഇതാണ് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത് ഡയറക്റ്റ് പെയിന്റ് പിടിക്കും ഇതിൽ? തീർച്ചയായും. കാരണം ഈ ഗ്രാഫിൻ കോട്ടിങ് ഉള്ളതുകൊണ്ട് ഈ ഗ്രാഫിന് മെറ്റലും നന്നായി പിടിച്ചിട്ടുണ്ട്. മെറ്റലും പിടിക്കും, പെയിൻറ്റും നന്നായി പിടിക്കും. അപ്പോൾ നല്ലൊരു പ്രൈമറാണ് അത്. കോട്ടിങ് ഇത് വന്നു കഴിഞ്ഞു, ഒരു പ്രൈമർ കോട്ടിങ് പോലെ ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഇത് പെയിൻറ്റ് അടിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അല്ലേ സാർ? അതെ, ഭയങ്കര സ്മൂത്ത് ഫിനിഷ് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും. അപ്പോൾ ഞാൻ ഒരു ഒറ്റ കോട്ട് അടിച്ചാൽ മതിയോ ഈ പെയിൻറ്റ് അടിക്കുമ്പോൾ? അത് 2 കോട്ട് വേണ്ടത്? പെയിൻറ്റ് ഒരു കോട്ടായാലും മതി. ഒരു കോട്ടിൽ നല്ല ഫിനിഷിംഗ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ചിലവ് ലാഭിക്കത്തില്ല സാറേ? തീർച്ചയായും. കാരണം ഈ ലേബർ ചാർജും എല്ലാം, ലേബർ ചാർജും പിന്നെ പെയിൻറ്റിൻ്റെ ചാർജും ഒക്കെ വളരെ ലാഭിക്കാം. പിന്നെ ഈ തുരുമ്പ് നന്നായി പോകുന്ന കാരണം നേരെ മെറ്റൽ സർഫസിൽ ഗ്രാഫിൻ കോട്ടിങ് വരെ ചെയ്യണം. അതായത് നന്നായി പെയിൻറ്റ് പിടിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഈ നേരിട്ട് പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൻ ഡീറസ്റ്റ് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തുരുമ്പ് മുഴുവൻ പോകില്ല. അപ്പോൾ പെയിൻറ്റ് നന്നായിട്ട് പിടിക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ തുരുമ്പ് നന്നായി പോകുന്നുണ്ട്, പണിലാഭമുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ മേലെ ഗ്രാഫിൻ കോട്ടിങ് വരുന്നു. ഈ ഗ്രാഫിൻ പെയിൻ്റായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് പെയിൻറ്റ് പിടിക്കാനും കുറേ ദീർഘകാലം നിൽക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ഇതേ ഒരു പ്രൈമർ അടിച്ച് വെച്ചിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഈ പെയിൻറ്റ് മുഴുവൻ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സർഫസ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു തലവേദനയാണ്. ഒന്നിൽ ഈ പ്രൈമർ മുഴുവൻ കളയണം, പിന്നെ തുരുമ്പും കളയണം. അത് രണ്ടും കളയണം. പക്ഷേ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഞങ്ങളുടെ ഗ്രാഫിൻ ഡീറസ്റ്റ് ആണ്. അവിടെ പേപ്പർ ഇടേണ്ട കാര്യമില്ലേ? പേപ്പർ ഇവിടെ അത്ര ഹാർഡില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാണാൻ തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി നേരെ ഇത് പെയിൻ്റ് അടിക്കാൻ വേണം.
അപ്പോൾ നമ്മൾ ഈ പ്രൈമർ ഇല്ലാണ്ട് നേരിട്ട് പെയിൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാഫിൻ കോട്ടിങ് ഉള്ളതുകൊണ്ട് പെയിൻറ്റ് നന്നായി പിടിച്ചോളും, നല്ലൊരു ഗ്ലോസി ലുക്കും കിട്ടും. അപ്പോൾ ഈ മകരക്കൊയ്ത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 3 പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒന്ന് ഗ്രാഫിൻ ഗ്ലൈഡ് എക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇത് ജാമായ ഗേറ്റ്, ഹിഞ്ചസ്, ടൂൾസ്, തയ്യൽ മെഷീൻ, പിന്നെ സീലിംഗ് ഫാൻ, പിന്നെ വാട്ടർ പമ്പ്, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ട്രൈബോ സ്മൂത്ത് GX എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ സർഫസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. തുരുമ്പ് പിടിച്ച സർഫസിനൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ സൈക്കിൾ ചെയിൻ, ബൈക്ക് ചെയിൻ, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മീഡിയം മെഷീനറീസിനൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിൻ ഗ്ലൈഡ് പ്രോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ഹെവി മെഷീനറീസിനും പിന്നെ ബൈക്ക് ചെയിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്രാഫിൻ ഗ്ലൈഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് തുരുമ്പിനെ നീക്കം ചെയ്തിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് തുരുമ്പ് കളയുന്ന സാധനം ഉണ്ടോ, തുരുമ്പ് കളയുന്ന സാധനം ഉണ്ടോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഈ തുരുമ്പ് കളയാന്നുള്ളത് അത് വലിയൊരു ആവശ്യമാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ പകുതിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അതിൻ്റെ റിസർച്ചൊക്കെ ചെയ്ത് അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ ഇറക്കാണ്. അതിൻ്റെ പേര് ഗ്രാഫിൻ ഡി റസ് എന്നാണ്. ഇതാണ് നമ്മൾ ഇങ്ങനെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഗ്രാഫിൻ ഡി റസ്. ഇപ്പോൾ ഒരു പ്രതലത്തിൽ എത്ര ഹാർഡോ അല്ലെങ്കിൽ ലൈറ്റ് തുരുമ്പുണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യാൻ പറ്റിയൊരു ഇതാണ്, ഒരു ലിക്വിഡാണിത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു കുറച്ച് ഡ്രോപ്സ് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തുണി കൊണ്ട് തുടയ്ക്കുക. ലൈറ്റാണെങ്കിൽ, നല്ല ഹാർഡ് തുരുമ്പൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു പേപ്പർ ഇട്ടൊന്ന് ഉരയ്ക്കുക ഇതൊഴിച്ചതിന് ശേഷം. എന്നിട്ട് 2-3 തവണ ഇത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് നന്നായി തുടയ്ക്കുക. അപ്പോൾ ആ സർഫസ് വളരെ സ്മൂത്തായി ഈ കോട്ടിങ്, ഈ ഗ്രാഫിൻ കോട്ടിങ് വരും. അത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് കോട്ടിങ്ങാണ്. സോൾവൻ്റെ അപ്പം ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കത് ഒരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ആ സർഫസ് പെയിൻറ്റ് അടിക്കും. അപ്പോൾ പെയിൻറ്റിങ് പെട്ടെന്ന് കഴിയും. അതാണ് ഇതിൻ്റെ ഗുണം. മാത്രമല്ല ഒരു ഗ്രാഫിൻ കോട്ടിങ് വരുന്ന കാര്യം പെട്ടെന്ന് അതിൽ തുരുമ്പ് വീണ്ടും വരില്ല. എത്ര കാലം അങ്ങനെ നിൽക്കും? അതൊരു മാസങ്ങൾ നിൽക്കും. വെള്ളം വീഴാതിരുന്നാൽ മതി. വെള്ളത്തിൻ്റെ തുള്ളികൾ വീണ് കഴിഞ്ഞാൽ തുരുമ്പ് പോകും. അല്ലെങ്കിൽ അത് മാസങ്ങൾ അങ്ങനെ ഡ്രൈ കണ്ടീഷൻസിൽ അത് കുറേ നാൾ ഇരിക്കും. ഇതായിട്ട് വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ തുരുമ്പ് പിടിച്ച ഗ്രില്ലോ അല്ലെങ്കിൽ ഗേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇതൊഴിച്ച് തുടയ്ക്കുക അല്ലെങ്കിൽ പേപ്പർ ഇടുക, അപ്പോൾ തന്നെ സോൾവൻ്റ് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഗ്രാഫിൻ കോട്ടിങ് വരും. നമുക്ക് നേരെ പെയിൻറ്റ് അടിക്കാം. ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിക്കും ഇത് മഴ നനഞ്ഞാൽ സാർ മുമ്പേ പറഞ്ഞു, മഴ നനഞ്ഞ വെള്ളം വെള്ളം പാടില്ല. അതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പെയിൻറ്റർമാർക്കാണ്. പെയിൻറ്റർമാർക്ക് ഇപ്പോൾ ഒരു തുരുമ്പുള്ള സർഫസ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പേപ്പർ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറേ സമയത്ത് പേപ്പർ ഇട്ട് ഉരയ്ക്കേണ്ടി വരും. പിന്നെ അപ്പോഴും ക്ലീൻ ആവില്ല. അപ്പോൾ മുഴുവൻ തുരുമ്പ് പോയില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് നന്നായി പിടിക്കില്ല, പ്രൈമർ നന്നായി പിടിക്കില്ല. പക്ഷെ നമ്മുടെ ഇത് എല്ലാത്തിനും സൊല്യൂഷനാണ്. ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലീനായിട്ട് തുരുമ്പ് പോവും. സാറേ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് എന്നാ വില വരും സാറേ? ഇത് 500 ml ബോട്ടിലാണ്. ഇതിന് നമ്മൾ 650 രൂപയാണ്, അങ്ങനെ GST അടക്കം. ഓക്കെ. നമുക്കിത് എന്തേരം ഉപയോഗിക്കാനുണ്ടാവും ഒരു നല്ല രീതിയിൽ? ഒരു വീട്ടിലൊക്കെ ആവശ്യത്തിന് ഇത് മതിയാവുന്ന വിചാരിക്കുന്നു. ഓക്കെ, 500 ml മതിയാവും. പിന്നെ അതനുസരിച്ചിരിക്കും. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു ടൈമിൽ ഇത് ഉപയോഗിച്ചാൽ മതി? ഇങ്ങനെ പേപ്പർ പിടിക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം തൂത്താൽ മതിയോ അതോ ഒരു 2-3 തവണ? അത് തുരുമ്പ് അനുസരിച്ചിരിക്കും, തുരുമ്പിൻ്റെ കാടിൻ്റെ അനുസരിച്ചിരിക്കും. കൂടുതൽ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തവണ ചെയ്യണം. ഓക്കെ. നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ് സാറേ? ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഒരു 2 ആഴ്ചക്കകം അത് അവൈലബിൾ ആണ്. ഓക്കെ. നമ്മളപ്പോൾ എങ്ങനെ മേടിക്കുക ഇത്? ഇത് ഈ ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിക്കും? അതെ, ലോകത്തിൽ എവിടെയാണ്? അതെ, എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിക്കും ഇപ്പോൾ. ഓക്കെ. ഇത് ഗ്രാഫിൻ ഗ്ലേസ് എന്ന പ്രോഡക്റ്റാണ്. ഇത് തുരുമ്പില്ലാത്ത സർഫസിന്, ഇപ്പോൾ മെറ്റൽ സർഫസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് കോട്ട് ചെയ്യാനായിട്ട്, ഒരു പ്രൈമറായിട്ട് കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കോട്ടിങ്ങാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ കാറിൻ്റെ പെയിൻറ്റിന് മേലും കോട്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുക്കുക, അതിൽ ഇതിൻ്റെ ലിക്വിഡ് ഡ്രോപ്സ് ഒഴിക്കുക, അത് നന്നായിട്ട് പോളിഷ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യുക കുറേ തവണ. അപ്പോൾ അതിനൊരു കോട്ടിങ് വരും. ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മളാണെങ്കിൽ അത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പെയിൻറ്റ് അടിക്കാം, വേറെ പ്രൈമറിൻ്റെ ആവശ്യമില്ല. സാധാരണ പ്ലാസ്റ്റിക് പെയിൻറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഗ്രാഫിൻ ഗ്ലേസിൻ്റെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് അടിക്കാം, നല്ലൊരു ഗ്ലോസി ഫിനിഷും കിട്ടും. ഓക്കെ. എന്തായാലും നല്ല കുറച്ച് പ്രോഡക്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയത്. തുരുമ്പിനെ തുരത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാം. സാറ് കുറേ കാലങ്ങളുടെ പഠനത്തിലൂടെ കണ്ടെത്തിയ ഒരു സാധനമാണ്. അതിനൊപ്പം തന്നെ പഴയ പ്രോഡക്റ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്, ആമസോണിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. അതല്ല നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ സാറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അത് സാറ് എത്തിച്ചു നൽകുകയും ചെയ്യും. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ പാലക്കാട് നിന്ന് വിടവാങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വിടവാങ്ങുന്നത്. ഐ എം ജോബിങ് എമാണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.